പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ 9ാം ക്ലാസ് ഓറിയന്റൽ അറബിക് അതിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം ഏതാണ്? ലംസാത്തു റഹ്മ എന്ന പാഠഭാഗത്തിൻ്റെ അതിലെ കുറച്ച് ആക്ടിവിറ്റീസ്, അവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 8ാമത്തെ പേജിലൊരു പദ്യമുണ്ട് അല്ലേ? നമ്മളെ എന്തിനെ കുറിച്ചാണത്? അത്തആവുൻ, ഒത്തൊരുമ അല്ലേ? ഒത്തൊരുമയെ കുറിച്ചിട്ടുള്ള ആ പദ്യവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ സാലിമിൻ്റെയും ആദിലിൻ്റെയും കഥ, ആ കഥയിൽ എന്താണ് ഇവിടെ 10ാമത്തെ പേജിൽ ഒരു ഇഷ്ആറുണ്ട്. ഇഷ്ആർ, നോട്ടീസ്. എന്തിനെ കുറിച്ചാണ്? ഒരു പഠനയാത്ര പോകുന്നതിനെ കുറിച്ച്. അതിൻ്റെ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയ്യുഹത്ത് ത്വലബത്തുൽ അഇസ്സ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്താണ്? തുഖത്തിത്തു മദ്രസത്തുന റിഹല ദിറാസിയ, നമ്മുടെ സ്കൂൾ ഒരു എന്താണ് പഠനയാത്ര സംഘടിപ്പിക്കുന്നു. തസ്തഗരിക്കു സലാസ്ത അയ്യാം, 3 ദിവസം നീളുന്ന. വദാലിക് ഫി നിഹായത്ത് ഷഹരിൽ ഖാദിം, അടുത്ത മാസം അവസാനം ആണത് നടക്കുക. അറജാഉ മിന റാഗിബീന ഫിൽ മുഷാറക, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്താണ് അതിൽ തസ്ജീലു അസ്മാഇഹിം, പേര് രജിസ്റ്റർ ചെയ്യണം. ലതാ മുറബിസഫ്, ക്ലാസ് ടീച്ചറിൻ്റെ അടുക്കൽ. വദഫു 4000, 4000 രൂപ കൊടുക്കണം. ഖിലാല ഹാദിഹിൽ ഉസ്ബു, ഈ ആഴ്ചക്കുള്ളിൽ കൊടുക്കണം. നാദുൽ മദ്രസ HM അല്ലേ? അപ്പം ഇതേപോലെ എന്താണ് ഒരു നോട്ടീസ് ഉണ്ടാക്കണം. എന്തിനെ കുറിച്ച്? തജ്രീഫി മദ്രസത്തിന മുസാബഖത്തുൽ ഖിറാ, എന്ത് നടക്കുന്നത്? വായനാ മത്സരം. ബി മുനാസബത്ത് യൗമുൽ ഖിറാ, വായനാ ദിനത്തോടനുബന്ധിച്ച്. നുഇദ്ദ ഇഷ്ആറൻ, അതിൻ്റെ ഒരു നോട്ടീസ് തയ്യാറാക്കുക. വായനാ ദിനം എന്നാണ്? അൽ-യൗമുത്താസി അഷർ മിൻ ജൂൺ, മിൻ യൂനിയോ, ജൂൺ 19 അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഇഷ്ആർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഹെഡിങ് എന്ത് വരും? മുസാബഖത്തുൽ ഖിറാ എന്നതായിരിക്കും ഹെഡിങ് അല്ലേ? അപ്പോൾ അതിനൊരു മോഡല് ഞാനിവിടെ ഒരു മാതൃക കാണിച്ചു തരാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൂരിപ്പിച്ച് നോക്കണം. ഇപ്പോൾ മുസാബഖത്തുൽ ഖിറാ അറാഖിബീൻ, താല്പര്യമുള്ളവർ. മുസാബഖത്തുൽ ഖിറാ, വായനാ മത്സരം. അയ്യുഹത്ത് ത്വലബത്തുൽ അഇസ്സ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ. അപ്പോൾ എന്താണ് നോട്ടീസ് ആകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് വരും? ഇവിടെ വരും അല്ലേ? ഈ അയ്യുഹത്ത് ത്വലബത്തുൽ അഇസ്സ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ല മക്കളെ? തുജിരി മദ്രസത്തുന, നമ്മുടെ സ്കൂൾ നടത്തുന്നുണ്ട്. എന്തായിരിക്കും നടത്തേണ്ടത്? വായനാ മത്സരം. അപ്പോൾ മുസാബഖത്തുൽ ഖിറാ ഇവിടെ വരും. സിമ്പിളാണ്. ബി മുനാസബത്ത് യൗമിൽ ഖിറാ, വായനാ ദിനത്തോട് അനുബന്ധിച്ച്. വദാലിക ഫി എന്താണ്? താസി അഷർ മിൻ യൂനിയോ 2026, 2026. അറജാഉ മിൻ അറാഖിബീൻ, താല്പര്യമുള്ളവരിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നു. ഫിൽ മുഷാറക്ക, പങ്കെടുക്കാൻ താല്പര്യമുള്ള എന്ത് ചെയ്യണം? തസ്ജീലു അസ്മായിഹിം, രജിസ്റ്റർ ചെയ്യണം. ലത മുദരിസുൽ അറബിയ, അറബി മാഷിൻ്റെ അടുത്ത്. മനസ്സിലായോ? ഏതിനു മുമ്പ്? കബല എന്താണ്? സാബി അഷറ മിൻ യൂനിയോ, ജൂൺ 17 മുമ്പ്. അമീന് മുൻതദൽ അറബിയ, അറബിക് ക്ലബിൻ്റെ സെക്രട്ടറി എന്നർത്ഥം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു മോഡൽ ഇതുപോലെയോ ഇതിലും ഭംഗിയായിട്ടോ നിങ്ങൾക്കൊരു എന്താണ് ഇഷ്ആർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് അങ്ങനെ അവർ എന്താണ് നമ്മുടെ ആ കഥ നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ അവൻ്റെ എന്താണ് നമ്മുടെ സാലിമിൻ്റെ കൂട്ടുകാരൻ അല്ല, ആരാണ്? ആദിലിൻ്റെ കൂട്ടുകാരൻ സാലിമിന് ഈ യാത്രയിൽ പോകാൻ കഴിയില്ല. അവനാണെങ്കിൽ സ്കൂളിലേക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ആദിൽ ഫഖത്തറോ മിൻഹു ആദിൽ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ലിമലം തുസജ്ജിൽ ഇസ്മക്, എന്താ നിന്റെ പേര് നീ രജിസ്റ്റർ ചെയ്യായിരുന്നു എന്ന് ചോദിക്കണ്ടല്ലേ? അപ്പോൾ ഫംതല ഐനാഹു, അവൻ്റെ കണ്ണ് നിറഞ്ഞു. വഖാല മാ ബിക യാ ജമീലി അല്ലസി, പ്രിയ കൂട്ടുകാരൻ നിനക്ക് എന്ത് പറ്റി? അപ്പോൾ അവിടെ ആദിലും സാലിമും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? ആദിൽ എന്ത് ചോദിക്കും? മാ ബിക എന്ന് പറയും അല്ലേ? എന്താണ് പ്രശ്നം ചോദിക്കും. അപ്പോൾ എനിക്ക് ഒന്നുമില്ല എന്ന് ആദ്യം പറയും. പിന്നെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ഹിവാർ നിങ്ങൾക്ക് തരാം. അതിലെ വാചകങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ ആദിൽ ചോദിക്കുന്നുണ്ട്, അൻത തബിക്കി മാ ബിക യാ ജമീലി, എന്താ നീ കരയുന്നത്? എന്ത് പറ്റി?
സാലിം പറയുന്നു ലദയ്യ മുഷ്കിലാത്ത്, ഐ ഹാവ് പ്രോബ്ലംസ്, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ചോദിക്കുന്നു മാഹിയ, എന്താണത്? ദഅനി അസ്മഉ, ഞാൻ കേൾക്കട്ടെ. ഇപ്പൊ സാലിം പറയുന്നു അഖാഫു മിനദ് ദിറാസ, എനിക്ക് പഠിക്കാൻ പേടിയാണ്. അപ്പൊ അതിൽ ചോദിക്കും അൻത മുത്തഫവ്വിഖും വ മുംതാസ്, നീ മിടുക്കനാണല്ലോ. ഫലിമ തഖാഫ്, എന്തിനാ പേടിക്കുന്നത്? ലദയ്യ മുഷ്കിലത്തുൻ ഉഖ്റ, എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ അയ്യ മുഷ്കില, എന്താണ് നിന്റെ പ്രശ്നം? അൽ ഫഖ്റു വൽ ഫാഖ, ദാരിദ്ര്യം, അല്ലേ? ദാരിദ്ര്യവും പട്ടിണിയും. അലൈസ ലക അബുൻ, നിനക്ക് അച്ഛനില്ലേ, വാപ്പയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ സാലിം പറയുന്നു അന യതീം, ഞാനൊരു യതീമാണ്. അതിൽ ചോദിക്കുന്നു അഫ ഉമ്മുഖ്, അപ്പൊ ഉമ്മയോ? ഹിയ മരീലത്തുൻ അസീറത്തുൽ ഫറാഷ്, അവര് ബെഡ് റിഡൺ ആണ്, രോഗിയാണ്, കിടപ്പിലാണ്, അല്ലേ? ഇതേപോലെ വാക്കുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ സജ്ജൽ തിസ്മക്കലി റിഹല, നീ പേര്, യാത്ര പോകാൻ പേര് കൊടുത്തോ? ലാ യാ ജമീലി. അപ്പൊ അതിലും ലാ ദാഇയ ലിൽ ഖലഖ്, വിഷമിക്കണ്ട, നജിദുൽ ഹല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞവര് ഹിവാർ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ രീതിയിലോ സ്വന്തമായിട്ടോ നിങ്ങൾക്ക് ഹിവാർ തയ്യാറാക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്, വീട്ടിൽ പോയിട്ട് അവന് എന്ത് ചെയ്തു? ആലോചിച്ചു, നമ്മുടെ ആദിൽ ആലോചിച്ച് എങ്ങനെ അവനെ സഹായിക്കും. അപ്പൊ അവന് പെട്ടെന്ന് അജൽ ഇന്ന ഹാഫി കറായി, ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട് മാഹി അൽ ഫിക്ര, എന്താണ് ആ ഫിക്ര? അത് സ്വന്തമായി ചെയ്യണ്ട, അല്ലേ? എന്തായിരിക്കും ഫിക്ര? എന്താണ്? ആ പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അവനെന്ത് ചെയ്യും? ഞാൻ എൻ്റെ വാപ്പയോട് പറയും, അങ്ങനെ വാപ്പ അവനും പൈസ കൊടുക്കും. അങ്ങനെയുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യണ്ട, അല്ലേ? എങ്ങനെ പറയാൻ? അഖൂലുലി അബി, ഞാൻ വാപ്പയോട് പറയും. ഫാബി യുസാഇദുഹു, എൻ്റെ വാപ്പ അവനെ സഹായിക്കും. ഇവിടെ നോക്കൂ, ഇൻകുന്ത മക്കാന ആദിലെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഫമാദ സഫൽ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ സഹായിക്കോ? സഹായിക്കുന്ന എങ്ങനെ പറയാം? ഉസാഇദുഹു, അവിടെയുണ്ട് ഉസാഇദുഹു. ഇനി സഹായിക്കില്ലെങ്കിൽ ലാ ഉസാഇദുഹു. ഇനി പൈസ ഇല്ലെങ്കിൽ ലാ ഉസാഇദുഹു ലൈസലി മാലുൻ, എനിക്ക് പൈസയൊന്നുമില്ല എന്ന് എഴുതാം. അപ്പൊ ഇവിടെ യൗമിയാത്ത് ഡയറി ഉണ്ട്, അല്ലേ? നമ്മൾ ആദിൽ അന്നേ ദിവസം എഴുതിയ ഡയറി. ഈ ഡയറിയുടെ മോഡൽ പഠിക്കണം. ഇതേപോലെ ഒരു ഡയറി നമുക്ക് അവസാനത്തിലൊരു ആക്ടിവിറ്റിയിൽ ചെയ്യാനുണ്ട്, അല്ലേ? അപ്പൊ ഇത് മാഹിസന ഹാദൽ യൗം, ഒരു ദുഃഖമുള്ള ദിവസമായിരുന്നു. അല്ലെ? നൻസാഹു അബദൻ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? ജമീലി സാലിം യുവാജിഹു മുഷ്കില, എൻ്റെ കൂട്ടുകാരൻ സാലിം, അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഹ്വാലുഹു സൈ അജിദ്ദൻ, അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. സൗസായിദുഹു ഇൻഷാ അല്ലാ, ഞാൻ അവനെ സഹായിക്കും. അങ്ങനെ നമ്മുടെ ആദിൽ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഹസാല, അവൻ്റെ മണി ബോക്സ് എടുത്തിട്ട് നമ്മുടെ സാലിമിന് കൊടുക്കുന്നുണ്ട്, അല്ലേ? സാലിമിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? അവന് പൈസ വാങ്ങിച്ചിട്ട് പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയി, അല്ലേ? പക്ഷേ അവൻ വന്നില്ല. എന്തായി സംഭവിച്ചത്? ആ പൈസ കൊണ്ട് നമ്മുടെ ആദിലെ അമ്മാക്ക് മരുന്ന് വാങ്ങുകയാണ് ചെയ്തത്. മാതാ അസാബ സാലിമിന് എന്ത് പറ്റി? അന്നഹു ഇഷ്തറ അൽ അദ്വിയ, അല്ലേ? എന്ത് വാങ്ങിച്ചു? മരുന്ന് വാങ്ങിച്ചു. അങ്ങനെ അവനെന്ത് ചെയ്തു? നമ്മുടെ ആദില് അവരുടെ വീട്ടിൽ വരാതിരുന്നപ്പോൾ വീട്ടിലേക്ക് പോയി. എന്താണ് ചോദിച്ചപ്പോൾ ഉമ്മയെ കണ്ടു. ഉമ്മയോട് അതുമാനം ചോദിച്ച് അകത്ത് കയറി. അവസാനം സാലിം എവിടെ ചോദിച്ചപ്പോൾ തവജ്ജഹ ഇലൽ മദ്രസ സബാഹം ബാദമ ഇഷ്തറലി അദ്ദവാ, എനിക്ക് മരുന്ന് വാങ്ങിച്ചതിന് ശേഷം അവന് സ്കൂളിലേക്ക് പോയി എന്ന് പറഞ്ഞു. വലം എറിജ്, പിന്നെ വന്നിട്ടില്ല. അപ്പൊ സ്കൂളിൽ വന്നില്ലല്ലോ. പക്ഷെ അവനെവിടേക്കാ പോയത്? അവനെന്ത് ചെയ്യുന്ന? വേറെ ജോലി അന്വേഷിച്ച് പോയതായിരിക്കും, അല്ലേ? ലിമലം തഹന്റെ സ്കൂളിൽ വന്നില്ല ചോദിച്ചതിൽ കുന്തു തവജ്ജഹത്തുലിൽ ബഹ്സി അൻ അമൽ, ഞാൻ ജോലി അന്വേഷിച്ച് പോയി. ഫൽ മദ്രസ, ഇപ്പൊ സ്കൂള് അലാ തുരീദ് മുതാബഅത ദിറാസ, നിങ്ങൾക്ക് സ്കൂൾ തുടരണ്ടേ? തീർച്ചയായും. കം തമന്നൈതു ദിറാസ, ഞാൻ അത്ര പഠിക്കാൻ ആഗ്രഹിച്ചു. വലാക്കിൻ, പക്ഷേ എന്തു ചെയ്യാം? അപ്പോ ഇവന് ഇനി അടുത്ത ചോദ്യം എന്താണ്?
ഇനി ഇതിൽ നോക്കൂ, നസ്തഖ്രിജ് മിനൻ നസ്സി മുത്തറാദിഫൽ കലിമാത്തില്ല, താഴെയുള്ളതിന്റെ മുത്തറാദിഫുകൾ എഴുതണം. അസ്റ എന്താണ്? പെട്ടെന്ന് പോയി. അതിനൊരു പറ്റിയ വാക്ക് ഇവിടെ ഉണ്ടതാ, ഹർവല. എവിടെ? ഹർവല എന്നാണ്. ഹർവല കണ്ടോ? ഹർവല, ഹർവല എന്ന വാക്കാണ് കേട്ടോ. അസ്റ പെട്ടെന്ന് പോകുന്നതിന് പറയാൻ. പിന്നെ ജമീല, അതിനെന്താ പറയാ? റായിഅത്തുൻ, മനോഹരമായ. റായിഅ എന്നുള്ള വാക്ക് എവിടെയുള്ളത്? ഇതായിരിക്കുന്നു, റായിഅത്തുൻ, മനോഹരമായ എന്നർത്ഥം. ഇനി അടുത്തതോ, കം റഗിബ്തു, ഞാൻ എത്ര ആഗ്രഹിച്ചു. അതേ വാക്ക് ഇതിന്റെ അവസാനം ഉണ്ട് അല്ലേ? കം തമന്നൈതു, അതേ അർത്ഥമാണ്. പിന്നെ അസ്തിഖ, കൂട്ടുകാർ, എന്താ പറയാ? സുമലാ. സുമലാ എന്നുള്ള വാക്ക് എവിടെയാണ്? ഇതായിരിക്കുന്നു, അസുമലാ, സുമലാ. പിന്നെ അടുത്തത് സഫർ. സഫർ എന്ന് പറഞ്ഞാൽ രഹലത്ത്. രഹലത്ത്, നമ്മളെ യാത്രയുടെ കാര്യം പറഞ്ഞില്ല, ഇഷ്ആറിലുണ്ട് അല്ലേ? എവിടെ രഹല? ഇതായിരിക്കുന്നു, രഹലത്ത്, യാത്ര. ഓക്കെ. അതുപോലെ ലിബാസ്, വസ്ത്രം. വസ്ത്രം എന്നുള്ളതിന് എന്താ? കിസ്വത്ത്. ഫസ്റ്റ് പേജിലുണ്ട്, ഇത് കണ്ടോ? കിസ്വത്തുൻ, വസ്ത്രം. പിന്നെ അടുത്ത് മെഹ്നത്തുൻ. മെഹ്നത്തുൻ, ജോലി, അമൽ അല്ലേ? അമൽ ഇതവിടെ കിടക്കുന്നുണ്ട്. പിന്നെയോ അസീറത്തുൽ ഫിറാഷ്, ബെഡ് റിഡൻ. അതിനെന്താ വേറെ വാക്കുണ്ടല്ലോ? ത്വരീഹത്തുൽ ഫിറാഷ്. ത്വരീഹത്തുൽ ഫിറാഷ്. ഓക്കെ. പിന്നെ അടുത്തത് ഇനി നമുക്ക് യസ്തഖ്രിജു മിനൻ നസൽ കലിമാത്തുൽ മുളാദ്ദ, ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ. ഇബ്തഅദ, അകന്നു, അടുത്തു എന്നുള്ളതിന് ഇഖ്തറബ എന്നാണ്. ഈ കായാണ് കേട്ടോ, രണ്ട് കുത്തുള്ളത്ത. ഇഖ്തറബ എഴുതൂലേ? ബിദായ, തുടക്കം. അപ്പൊ അവസാനം എന്ന് പറയാൻ നിഹായത്ത്. ഹ എന്ന് പറഞ്ഞാൽ കെട്ടുള്ള ഹ കേട്ടോ. ഫരിഹ, സന്തോഷിച്ചു. അപ്പൊ ദുഃഖിച്ചു. ഹസീന, ഹ ഹ കേട്ടോ, ഹസീന. സായാണ്. ഖാരിജ് എന്താണ്? പുറത്ത്. അകത്ത് എന്ന് പറയാൻ ദാഖിൽ. എങ്ങനെ പറയാ? ദാഖിൽ. ഖായാണ്, ദാഖിൽ. എളുപ്പമല്ലേ? അടുത്തത് നോക്കൂ, ഹസല സാലിം അല റൂബിയാത്ത് മിന സ്വദീഖിഹി. സാലിമിന് കൂട്ടുകാരിൽ നിന്ന് പൈസ കിട്ടിയില്ലേ? ഫി തിൽക്കലയില കതബ സാലിം യൗമിയാത്തഹു. അപ്പോ സാലിം അന്നേ ദിവസം ഡയറി എഴുതി. ആ ഡയറി എന്തായിരിക്കും? നമുക്കൊരു മാതൃക നോക്കാം. ഇത് നോക്കൂ, ഡേറ്റ് കൊടുത്തു അല്ലേ? യൗമുൽ അർബിയ, സെപ്റ്റംബർ 24. ഇപ്പൊ ഡേറ്റ് അതിൽ മാറ്റം വരും അല്ലേ? മാഹ്സന ഹാദൽ യൗം, എന്ത് നല്ല ദിവസം. സ്വദീഖി ആദിൽ സഅദനി ബിർ റൂബിയാത്ത്, എൻ്റെ കൂട്ടുകാരൻ ആദിൽ എന്നെ പൈസ തന്ന് സഹായിച്ചു. യുരീദ് മുഷാറക്കത്തി ഫി റിഹ്ലത്തി ദിറാസിയ, എന്താണ്? പഠനയാത്രയ്ക്ക് അവൻ എന്നെ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നു. വാനഗർ ഔ ഫിഹ, എനിക്കും ഇഷ്ടമാണ്. വലാക്കിൻ ഉമ്മി തഹ്താജു ഇല ദവാ, പക്ഷെ എൻ്റെ ഉമ്മാക്ക് മരുന്ന് വേണം. തുആനി കസീറൻ മിൻ അദ്മിൽ അദ്വിയ, മരുന്നില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. ഫഷ്തറൈത്തുൽ അദ്വിയ ബിർ റൂബിയാത്ത്, ഞാൻ മരുന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതാണ് അവൻ്റെ ഡയറി കുറിപ്പായിട്ട് ഒരു മോഡലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ എത്രയാണ് ഈ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ്? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.